കെ മുരളീധരൻ, ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള. അല്ല, കേൾക്കുന്ന എന്തിന്റെ രസമുള്ള ആന, കടൽ, മോഹൻലാൽ, കെ മുരളീധരൻ, ഈ 4 കാര്യങ്ങളും മലയാളികൾക്ക് വികാരമാണെന്ന് പറഞ്ഞത് സന്ദീപ് വാര്യർ പറഞ്ഞല്ലേ. കെ മുരളീധരൻ എന്ന രാഷ്ട്രീയ നേതാവാണ് ഏറ്റവും സൂപ്പർ എന്ന് തോന്നിയിട്ടുണ്ടോ? കെ മുരളീധരൻ എന്ന ഭർത്താവാണ് ഏറ്റവും സൂപ്പർ. കെ മുരളീധരൻ എന്നാൽ ഒരു എന്താണ്, നമ്മുടെ ഒരു നെറ്റിപ്പട്ടം കെട്ടിയ മുന്നിൽ നിർത്താൻ പറ്റിയ ഗജരാജനാണെന്നൊക്കെ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മറ്റേ ലോക്സഭ കൂടെ മുമ്പിലുള്ളതുകൊണ്ടാണ്. കഴിഞ്ഞിട്ട് പിന്നെ അസംബ്ലി വരുമ്പോൾ നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരനാണോ കെട്ടാത്ത ഗജവീരനാണോ എന്ന് പറഞ്ഞ ആൾക്ക് മാത്രമേ അറിയുള്ളൂ. തൃശ്ശൂരിൽ ഇങ്ങനെ നമുക്കൊരു പരാജയം ഫേസ് ചെയ്യേണ്ടി വന്നു. ചേച്ചി എന്തായിരുന്നു, അല്ലെങ്കിൽ മത്സരിക്കാൻ പോകുമ്പോൾ എന്തായിരുന്നു പറഞ്ഞിരുന്നത്? പോകുമ്പം അത് വേണോന്നുള്ളത് ചോദിച്ചിരുന്നു. കാരണം പലരും നമ്മളെയും വിളിക്കുമല്ലോ. ഞാനിപ്പോൾ പത്മനാഭനെ വിളിച്ചു കഴിഞ്ഞാൽ സാർ സംസാരിക്കോ? എപ്പോൾ വേണ്ട. നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ നേരുകയാണ്. ഇന്ന് നമ്മോടൊപ്പം ഉള്ളതൊരു സ്പെഷ്യൽ അതിഥിയാണ്. അതിഥികളാണ്. അതായത് കേരളത്തിലൊരു ഭരണമാറ്റം ഉണ്ടായാൽ മുഖ്യമന്ത്രി പദത്തിലേക്ക് വരെ എത്താൻ സാധ്യതയുള്ള കോൺഗ്രസിൻ്റെ ക്രൗഡ് പുള്ളർ കെ മുരളീധരൻ സാറും അദ്ദേഹത്തിൻ്റെ പത്നിയുമാണ്. നമസ്കാരം. ആദ്യം തന്നെ 2025 ഒരു ഗംഭീര വർഷമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു, സെയിം ടു യു. ഓക്കെ. അപ്പോൾ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചൊരു സാധനമാണ് കെ മുരളീധരൻ, ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള. കേൾക്കാൻ അല്ല, ഞാനതിൽ മത്സരിക്കണമെന്ന് തന്നെ തീരുമാനിച്ചിട്ടില്ല. കാരണം ഞാനിപ്പോൾ കുറേ നാളായിട്ട് അസംബ്ലിയിലില്ല, പാർലമെൻറ്റിലായിരുന്നു. കഴിഞ്ഞ തവണ ഒരു മാറ്റം വന്നതുകൊണ്ട് കുറേ ചേഞ്ചുകളുണ്ടായി. അതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത് ഇനിയിപ്പോൾ അടുത്ത ലോക്സഭ വരെ വെയിറ്റ് ചെയ്യാനാണ് എൻ്റെ ആഗ്രഹം. പിന്നെയൊക്കെ പാർട്ടിയെ തീരുമാനിക്കേണ്ടത്. അതുകൊണ്ട് ഞാനതിലേക്ക് അധികം ശ്രദ്ധിച്ചിട്ടില്ല. പിന്നെ തിരുവനന്തപുരം എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ തലസ്ഥാനത്ത് MLA ആയിട്ട് ഒരുപാട് വർഷം പ്രവർത്തിച്ചതാണ്. അതുകൊണ്ടൊരു ഫുൾ ടൈം പൊളിറ്റിക്സ് എന്നുള്ള നിലയ്ക്ക് തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത് മാത്രം. മറ്റു ജില്ലകൾ അത്യാവശ്യം പരിപാടിക്കൊക്കെ പോകുന്നുണ്ട്. അല്ല, ഈ മത്സരിക്കുന്നില്ല അല്ലെങ്കിൽ അത് തീരുമാനിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ വട്ടിയൂർക്കാവിലെ ജനങ്ങളൊക്കെ ഇത് കേൾക്കാണ്. അത് കുഴപ്പമില്ല. കാരണം വട്ടിയൂർക്കാവുകാർക്ക് അറിയാം ഞാൻ MLA ആണെങ്കിലും അല്ലെങ്കിൽ അവരുടെ കൂടെ ഉണ്ടാകുന്ന അവർക്കറിയാം. അതുകൊണ്ട് അവരെന്നെ MLA ആയിട്ടല്ല കാണുന്നത്, കുടുംബത്തിലെ രംഗമായിട്ടാണ്. കെ മുരളീധരൻ എന്ന രാഷ്ട്രീയ നേതാവ് അവിടെ നിൽക്കട്ടെ. ഞാൻ കെ മുരളീധരൻ എന്ന ഗൃഹനാഥനിലേക്കാണ് വരുന്നത്. ചേച്ചി എന്നോട് ഒന്നും ചോദിക്കരുതെന്നാണ് പറഞ്ഞേക്കണത്. എങ്ങനെയുണ്ട് ചേച്ചി ഈ ഒരു ഗൃഹനാഥൻ? 100/100. 2 മക്കൾ, അതായത് ഭയങ്കര തിരക്കുള്ള ആളാണ്. എങ്ങനെയാണ് ഈ കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത്? എല്ലാ കാര്യത്തിലും ശ്രദ്ധയുണ്ട്. കുട്ടികൾ ഇപ്പോൾ എവിടെയും പുറത്താണ് വരികയാണ്, അവരെങ്ങനെ വരുന്നു, എങ്ങനെ ആര് പോയി കൂട്ടാൻ പോകണു, എല്ലാ കാര്യത്തിലും ചെറിയ ചെറിയ കാര്യത്തിൽ ചിലപ്പോൾ നമ്മൾ പോലും ശ്രദ്ധിക്കാത്ത കാര്യത്തിൽ മുരളീധരൻ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ച് എല്ലാ കാര്യത്തിലും ശ്രദ്ധയുണ്ട്. ഇപ്പോൾ ഫോണും അതിനുള്ള സൗകര്യങ്ങളും ഉണ്ടല്ലോ കാര്യങ്ങൾ. അപ്പോൾ എല്ലാ കാര്യത്തിലും ശ്രദ്ധ വയ്ക്കുന്നു. ഇപ്പോൾ നമ്മളാണെങ്കിൽ തന്നെ എവിടെയും തന്നെ പോവുകയാണെങ്കിലും അവിടെ എത്തിയോ, ട്രെയിൻ എവിടെ എത്തി, കൂട്ടാൻ ചിലപ്പോൾ നമ്മൾ പറയാൻ മറന്നു പോകും കൂട്ടാൻ വരാനൊക്കെ, അപ്പോൾ ആരാ വന്നത്, അങ്ങനെയൊക്കെ നോക്കി എല്ലാം ശ്രദ്ധിക്കുന്ന ആൾ തന്നെയാണ്. കെ കരുണാകരൻ എന്ന അച്ഛൻ്റെ മകനാണ്. അച്ഛൻ അങ്ങനെ തന്നെ ആയിരുന്നു. അച്ഛനും അങ്ങനെ തന്നെയായിരുന്നു. കാരണം ഈ ഭയങ്കര കേരളത്തിൽ അത്ര വലുതായിട്ട് നമ്മൾ ഒരുമിച്ച് പോകുമ്പോഴും അവിടെ എത്തിയോ, എല്ലാ സൗകര്യങ്ങളും ചെയ്തോ, അങ്ങനെ നോക്കണ ഒരു അച്ഛനായിരുന്നു. അച്ഛൻ എന്ന നിലയിലും ഭർത്താവ് എന്ന നിലയിലും 100-ൽ 100 മാർക്ക്. ഒരു മാറ്റമില്ല. ഓക്കെ. അപ്പോൾ എങ്ങനെയാണ് ഈ 2 രാഷ്ട്രീയം എന്ന് പറയുന്നത്? നമ്മളെപ്പോൾ നോക്കിയാലും TV ഇട്ട് കഴിഞ്ഞിട്ട് ഒരു വാർത്തയ്ക്ക് പിന്നിൽ സാറിൻ്റെ പ്രതികരണം ഉണ്ടാവും. എങ്ങനെ ഈ രണ്ടും ഒരുമിച്ച് ഒരു ഇതില്ലാതെ കൊണ്ടുപോകുന്നത് എങ്ങനെയാണ്? അല്ല, അതിന് വീട്ടുകാര്യങ്ങൾ അന്വേഷിക്കുക. ഇപ്പോഴാണെങ്കിൽ കുറേ സൗകര്യങ്ങൾ കൂടിയല്ലോ. ഞാനൊക്കെ തുടക്കത്തിലൊക്കെ ആണെങ്കിൽ ഇന്നത്തെ പോലെ മൊബൈൽ ഫോണൊന്നുമില്ല. അപ്പോൾ എവിടെയെങ്കിലും ഫോൺ ഫ്രീ ഒക്കെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഫോൺ ഉണ്ടെങ്കിൽ അന്ന് അവിടെ നിന്ന് വിളിച്ച് സംസാരിക്കും. അപ്പോൾ അന്നത്തെ കാലത്ത് വിദേശ രാജ്യങ്ങളൊക്കെ ഡെലിഗേഷൻ പോകുമ്പോൾ അവിടെ നിന്ന് താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് രാത്രി വിളിച്ച് ചോദിക്കും എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ. ഇപ്പോൾ പിന്നെ മൊബൈലും സൗകര്യങ്ങളും ആയല്ലോ. ഇപ്പോൾ ഒരു പ്രയാസമില്ല ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ കുട്ടികളെ പ്രോഗ്രാമൊക്കെ ഉണ്ടാകുമ്പോൾ അവരെ വിളിച്ച് ചോദിക്കുക എങ്ങനെയാണ് പ്രോഗ്രാം, എങ്ങനെയാണ് പോകുന്നത്. വൈഫിനോട് ചോദിക്കുക അവരാരാ, എങ്ങനെയാണ് അവർക്ക് അവിടെ ചെല്ലുന്ന സ്ഥലത്തുള്ള ഇതൊക്കെ ഏർപ്പാട് ചെയ്തിട്ടുണ്ടോ. പിന്നെ ചിലതുള്ള ഞാൻ തന്നെ വിളിച്ച് പറഞ്ഞ ഏർപ്പാട് ചെയ്യുക. അങ്ങനെയൊക്കെയാണ്. അത് സത്യം പറഞ്ഞാൽ കുടുംബം ശ്രദ്ധിക്കണം എന്നുള്ളവർക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. പണ്ട് കാലത്ത് എല്ലാവരും പറയും കുടുംബം നോക്കാൻ നേരം കിട്ടുന്നില്ല. നമ്മൾ കുടുംബം നോക്കിയാൽ മാത്രമല്ലേ സമൂഹത്തിനെ നോക്കാൻ പറ്റൂ. കുടുംബത്തിനെ നോക്കാൻ കഴിയാത്ത ഒരാളെങ്ങനെയാണ് സമൂഹത്തിനെ നോക്കാൻ പറ്റുക? അപ്പോൾ അതുകൊണ്ട് കുടുംബകാര്യങ്ങൾ ശ്രദ്ധിക്കാനൊരു പ്രയാസമില്ല ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ. ഈ ഭയങ്കര സരസ്വതി കടാക്ഷം വിളയുന്നൊരു നാവാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ
കൊള്ളുന്ന വാക്കുകളും അതുപോലെ തന്നെ പ്രാസം ഒപ്പിച്ചൊക്കെ പറയാൻ സാറിന് ഭയങ്കര കഴിവാണ്. അപ്പോൾ നമ്മൾ ഓരോ പ്രതികരണങ്ങളെടുത്ത് നോക്കിയാലും അറിയാം, വീട്ടിലും അങ്ങനെയൊക്കെയാണോ? ഭയങ്കര തമാശയൊക്കെ പറഞ്ഞ് കുട്ടികളോടായാലും. ഈ കെ മുരളീധരൻ എന്ന വ്യക്തിയെ പറ്റി ഒരാൾ പറഞ്ഞൊരു സെൻറ്റൻസ് ആണ്, ആന, കടൽ, മോഹൻലാൽ, കെ മുരളീധരൻ, ഈ 4 കാര്യങ്ങളും മലയാളികൾക്ക് വികാരമാണ് എന്ന് പറഞ്ഞത് ആരാണ്? അത് സന്ദീപ് വാര്യർ പറഞ്ഞതല്ലേ? ആണോ? മലയാളികൾക്ക് ഭയങ്കര വികാരമാണെന്ന് തോന്നിയിട്ടുണ്ട്. ഞാനല്ലേ പറയേണ്ടത്, മറ്റുള്ളവരല്ലേ പറയേണ്ടത്. ഞങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കെ മുരളീധരൻ എന്ന വ്യക്തി മലയാളികൾക്ക് ഭയങ്കര വികാരം, മലയാളികൾ എന്നല്ല എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. കാരണം പോകുന്ന പോക്കിലൊരു സെൻറ്റൻസ് പറഞ്ഞാലും അതിലെന്തെങ്കിലും ഉണ്ടാവും, നമ്മൾ ഒന്നുകിൽ ചിരിപ്പിക്കുന്ന അല്ലെങ്കിൽ ചിന്തിപ്പിക്കുന്ന. ഇഷ്ട നടൻ മോഹൻലാലാണോ? അല്ല, അങ്ങനെയില്ല. മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയൊക്കെ നല്ല സിനിമകളൊക്കെ ഇപ്പോൾ സിനിമകൾ അധികം കാണാൻ പറ്റാറില്ല. എന്നാലും നല്ല സിനിമകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകിൽ യൂട്യൂബിൽ കാണുമ്പോൾ, യാത്രയൊക്കെ ചെയ്യുമ്പോൾ യൂട്യൂബിൽ കാണാൻ ശ്രമിക്കാറുണ്ട്. ഇത് മറ്റേ ട്രെയിനിലും ഒക്കെ ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്യുമ്പോഴൊക്കെ അങ്ങനെ കാണാറുണ്ട്. നല്ല അതിന് പ്രത്യേകിച്ചൊരു നടനോട് താല്പര്യമൊന്നുമില്ല. ഇത് കേട്ടപ്പോൾ എന്താ തോന്നിയത്? ആന, കടൽ, കെ മുരളീധരൻ, മോഹൻലാൽ, അത് ഓരോരുത്തരുടെ ഫീലിംഗ് അല്ലേ. അപ്പോൾ കാരണം സന്ദീപ് വാര്യർ എന്ന വ്യക്തി വിമർശിച്ചിരുന്ന ഒരാളാണ്. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ എന്ത് തോന്നുന്നു? വരവ് നന്നായി എന്ന് തോന്നിയോ? കാരണം പാലക്കാടത്തെ വിജയം. അത് എന്തായാലും ഒരാൾ വേറൊരു പ്രസ്ഥാനത്തിൽ നിന്നും സ്വന്തം പ്രസ്ഥാനത്തിലേക്ക് വരുന്നത് നല്ലത് തന്നെയാണ്. പക്ഷെ അത് നല്ലതെന്ന് പറയുമ്പോൾ കോൺഗ്രസിൻ്റെ ഒരു പാരമ്പര്യം ഉൾക്കൊള്ളാൻ അദ്ദേഹം തയ്യാറാവും എന്നുള്ളൊരു ഉറപ്പാണ് പിന്നീട് അദ്ദേഹത്തിൽ നിന്നുണ്ടായത്. ഞാൻ എതിർക്കാൻ കാരണം ദീർഘകാലം കോൺഗ്രസിനെ എതിർത്ത് കോൺഗ്രസ്സുമായിട്ട് ഒട്ടും യോജിക്കാൻ കഴിയാത്തൊരു പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ച ആളാണ്. അങ്ങനെ ഒരാൾ പെട്ടെന്ന് കോൺഗ്രസ്സിലേക്ക് വരുമ്പോൾ അത് ശരിക്കുള്ള ഒരു മനസ്സുകൊണ്ട് തന്നെയാണോ വരുന്നത്, അതല്ല നിലവിലുള്ള എന്തെങ്കിലും വൈകാരികമായിട്ടുള്ളൊരു തീരുമാനം എടുത്താണോ എന്നൊക്കെ സംശയം ഉണ്ടാവുമല്ലോ. പിറ്റേ ദിവസം അദ്ദേഹമായിട്ട് സംസാരിച്ച് വരാനുള്ള സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം വളരെ വിശദമായിട്ട് പറഞ്ഞപ്പോൾ അത് ഉൾക്കൊള്ളാൻ ഞാൻ തയ്യാറായി. ഈ പറഞ്ഞതുപോലെ 2 മണ്ഡലങ്ങളുടെ കാര്യം എടുത്ത് ചോദിക്കുകയാണ്. വടകരയാണോ വട്ടിയൂർക്കാവാണോ ഇഷ്ടപ്പെട്ടൊരു സ്ഥലം? തലസ്ഥാനം എന്ന് പറയുമ്പോൾ ഞാൻ ജനിച്ച് വളർന്ന് ഇവിടെ തന്നെയാണ്. പിന്നെ വടകര 5 വർഷം അവരോടൊപ്പം പ്രവർത്തിച്ച ഒരാളാണ്. അവർക്ക് വീണ്ടും ഞാൻ അവിടെ വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ രാഷ്ട്രീയ സാഹചര്യത്തിൽ പാർട്ടി ആവശ്യപ്പെട്ട അനുസരിച്ച് മാറേണ്ടി വന്നു. അതല്ലാതെ ഒരിക്കലും ആരോടൊരു എന്താ പറയേണ്ടത് പ്രത്യേക സ്നേഹം എന്ന് പറയുന്നത്, ഞാൻ ഇവിടെ തിരുവനന്തപുരത്ത് പഠിച്ചതും വളർന്നതും തിരുവനന്തപുരത്താണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് പിന്നീട് നിയോജകമണ്ഡലം ഒരു ബന്ധമുണ്ടാകും. വടകരയുമായിട്ട് നല്ല ഒരു സൗഹൃദത്തിൽ തന്നെയാണ് 5 കൊല്ലം മുന്നോട്ട് പോയത്. പിന്നെ വടകര എനിക്ക് നേരത്തെ അറിയാം. ഞാൻ കോഴിക്കോട് രാഷ്ട്രീയത്തിലായിരുന്നു തുടക്കം കുറിച്ച്. അന്ന് വടകരയിലെ എല്ലാ മുക്കിലും മൂലയിലും ഞാൻ പോയിട്ടുണ്ട്. അതുകൊണ്ട് നിയോജകമണ്ഡലം എനിക്കൊരു പുതിയ സ്ഥലമായിരുന്നില്ല. അവിടുത്തെ എല്ലാ കാര്യങ്ങളും എനിക്കറിയായിരുന്നു. പാർട്ടിക്കൊരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ, ഒരു മണ്ഡലത്തിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവിടെ ആദ്യം ഉയർന്നു കേൾക്കുന്ന പേര് കെ മുരളീധരൻ എന്നാണ്. മുരളീധരൻ നിന്ന് കഴിഞ്ഞാൽ ഓക്കെ, ജനങ്ങൾ കൂടെ നിൽക്കും. അതിനൊരു തെളിവാണ് നിയമം തന്നെ എടുത്തു കഴിഞ്ഞാൽ വോട്ട് മൊത്തവും BJP വോട്ടുകൾ പോലും സാറിനാണ് വീണത്. അപ്പോൾ അങ്ങനെയുള്ള പാർട്ടി പറയുന്നത് എന്തും കേൾക്കുന്ന ഒരാളാണ്. അപ്പം ഇടയ്ക്ക് അങ്ങനെ കേൾക്കുന്നത് ഇനി വേണ്ട, ആലോചിച്ച് തീരുമാനിക്കാം എന്ന് ഇടയ്ക്ക് പറയുക. അത് ശരിയാണ്. കാരണം അതുകൊണ്ട് വേറെ ചില വ്യാഖ്യാനങ്ങൾ ചിലർ നടത്തി. അത് എല്ലാ ഇലക്ഷനും മത്സരിക്കുന്ന ആളാണ്, ബ്രേക്കില്ലാണ്ട് മത്സരിക്കുന്നു. അതൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എങ്കിൽ ഞാൻ ഒരു എന്താ പറയേണ്ടത്, അതെല്ലാ കാര്യങ്ങളും പരിശോധിച്ചിട്ടേ തീരുമാനം എടുക്കുള്ളൂ എന്ന് പറഞ്ഞു. അത് ശരിയാണ്. അല്ലാതെ അവിടെ പോയി നിൽക്കുക ഇവിടെ പോയി നിൽക്കുക എന്ന് പറയുമ്പോൾ അങ്ങനെ ഓടിപ്പോയാൽ കാര്യമില്ല. നേരെ മറിച്ച് നമുക്കൊരു സാറ്റിസ്ഫാക്ഷനുള്ള സ്ഥലത്ത് മാത്രമേ ഇനി കണ്ടിന്യൂ ചെയ്യൂ എന്ന് ഞാൻ തീരുമാനിച്ചു. അതുകൊണ്ടാണ് ഞാൻ തലസ്ഥാനം തിരഞ്ഞെടുത്തത്. കെ മുരളീധരൻ എന്നാൽ ഒരു എന്താണ്, നമ്മുടെ ഒരു നെറ്റിപ്പട്ടം കെട്ടിയ മുന്നിൽ നിർത്താൻ പറ്റിയ ഗജരാജനാണെന്നൊക്കെ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പോസിറ്റീവായിട്ട് എടുക്കല്ലേ? അല്ല, അത് അന്നത്തെ സമയത്ത് മറ്റേ ലോക്സഭ കൂടെ മുമ്പിലുള്ളതുകൊണ്ടാണ്. കഴിഞ്ഞിട്ട് പിന്നെ അസംബ്ലി വരുമ്പോൾ നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരനാണോ കെട്ടാത്ത ഗജവീരനാണോ എന്ന് പറഞ്ഞ ആൾക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ചേച്ചി, ഞാൻ ചോദിക്കട്ടെ ചേച്ചി, അപ്പോൾ പുള്ളി പെട്ടെന്ന് ഇങ്ങനെ ചിലപ്പോൾ എടുത്തു ചാടുന്ന അങ്ങനെ ഒരു പ്രകൃതം ഉണ്ടോ? രാഷ്ട്രീയത്തിലാണെങ്കിൽ പെട്ടെന്ന് എടുത്തു ചാടി തീരുമാനങ്ങൾ എടുത്ത് രാഷ്ട്രീയത്തിൽ തോന്നിയിട്ടുണ്ട്. അപ്പോൾ ചേച്ചി ഇങ്ങനെ വീട്ടിൽ വരുമ്പോൾ ഉപദേശം കൊടുക്കാറുണ്ടോ? അതിൽ ഒന്നും കേൾക്കൊന്നുമില്ല, ഇടപെടാറൊന്നുമില്ലല്ലേ? എന്നാലും എന്ത് തീരുമാനം എടുത്തോ എൻ്റെ പിന്നാലെ നിൽക്കുക, പിന്നിലെ ശക്തിയായിട്ട് കൂടെ നിൽക്കും. അപ്പോൾ ഈ വീട്ടിൽ വരുമ്പോഴേക്കും ഈ പ്രതികരണങ്ങൾ TV-യിൽ കണ്ട്, ഈ വാക്കുകൾ കണ്ട് അങ്ങനെയൊന്നും പറയാറൊന്നുമില്ല? അല്ല, അതിന് അത്യാവശ്യം വിമർശിക്കാറും ചീത്ത പറയാറൊക്കെ ഉണ്ടല്ലേ? അതെ.
അപ്പം തിരുത്താറുണ്ട് അത് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു അയ്യോ അവരെ പറ്റി അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു നമുക്ക് മനസ്സിന് വിഷമം വരില്ലേ, അപ്പോൾ അവർക്കും വിഷമം ഒന്നും ഉണ്ടാവില്ല, അപ്പം അങ്ങനെ ഒന്നും പറയില്ലെന്നൊക്കെ പറയും. പറയല്ലേ? അപ്പൊ വീട്ടിൽ തന്നെ തിരുത്താറ് ആളുണ്ട്, പക്ഷെ നമ്മൾ പറയണ അങ്ങനെ കേൾക്കാറുണ്ട്. തിരുത്താൻ ആളുണ്ട് വീട്ടില്. അപ്പോൾ ഈ ചോദിച്ച പോലെ നമുക്ക് രാഷ്ട്രീയത്തിലേക്ക് വളർന്നു വന്നത് കരുണാകരൻ സാറിനെ പറയാതിരിക്കാനാകില്ല. അത്രയേറെ തിരക്കുള്ള കേരളത്തിലെ രാഷ്ട്രീയ ചാണക്യം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു വ്യക്തിത്വമാണ്. ഒരു സാറിൻ്റെ 10 വയസ്സിലേക്കാണ് ഞാൻ പോകുന്നത്. 1967 കോൺഗ്രസ് അത്ര വലിയൊരു പതനം, അവിടെ നിന്ന് 2.5 വർഷം കൊണ്ടാണ് കോൺഗ്രസിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചത്. ഇന്ന് അങ്ങനെ ഒരു ലീഡർ ഇല്ല എന്ന് തോന്നിയിട്ടുണ്ട്. അതായത് അദ്ദേഹം ഫേസ് ചെയ്തത്ര ഒരു സാഹചര്യം പിന്നീട് വന്നവർക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അതൊരു പ്രധാന ഘടകമാണ്. കാരണം 67 ഒരു അംബാസഡർ കാറിൽ കൊള്ളാവുന്ന അത്ര MLA-മാരെ ഉണ്ടായിരുന്നുള്ളൂ. 9 പേരാണ് ഉണ്ടായിരുന്നത്. ആ 9 പേര് പിന്നീട് ഒരു 2 വർഷം കഴിഞ്ഞപ്പോൾ അതിലും പിളർപ്പുണ്ടായി. അത് 4ഉം 5ഉമായി. ആ 4നെ പിന്നെ അധികം 5ആക്കി, ഉടനെ 5ആക്കി. പിന്നത്തെ തെരഞ്ഞെടുപ്പിൽ അതിനെ 32 ആക്കി. അങ്ങനെ ഓരോ ക്രമത്തിൽ അതിനെ വളർത്തിക്കൊണ്ടുവന്നു. അങ്ങനെ സാഹചര്യം ഇന്നില്ലല്ലോ. ഇന്നിപ്പോൾ ഒന്നുകിൽ LDF അല്ലെങ്കിൽ UDF എന്നുള്ളൊരു ഇതിലേക്ക് മാറി. അതുകൊണ്ട് അന്നെടുത്ത റിസ്കിൻ്റെ ഒരു 1/3 പോലും ഇന്ന് എടുക്കേണ്ട ആവശ്യമില്ല. അതിപ്പോൾ അദ്ദേഹം ലീഡറായിരുന്നു, ആ സാഹചര്യങ്ങളെ അതിജീവിച്ചു. അത്രയും ക്രൈസിസിനെ അതിജീവിച്ചുകൊണ്ടാണ് ജനങ്ങൾ അദ്ദേഹത്തിനെ നേതാവെന്ന് വിളിക്കാൻ കാരണം. അങ്ങനത്തെ ക്രൈസിസ് ഇന്നില്ല. ഇന്ന് പാർട്ടി മുന്നണിയും ചില ക്രൈസിസ് നേരിടുണ്ടാവും. അത് ജനാധിപത്യത്തിൽ പതിവല്ലേ. നേരെ മറിച്ച് ഒരു പ്രസ്ഥാനം മുഴുവൻ അങ്ങ് കുത്തിയൊലിച്ചു പോയൊരു കാലഘട്ടത്തിലാണ് അദ്ദേഹം അതിനെ എഴുന്നേറ്റ് കൊണ്ടുവന്നത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, 133 അംഗങ്ങളുടെ സഭയിൽ വെറും 9 പേരെയും വെച്ചിട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അതും പ്രതിപക്ഷത്തുള്ളവർ തമ്മിൽ നയിക്കേണ്ടായിരുന്നില്ല. അന്ന് കേരള കോൺഗ്രസ് പ്രതിപക്ഷത്തുണ്ടായിരുന്നു. പക്ഷേ അവരുമായിട്ട് അവർ കോൺഗ്രസ് പോയ ആൾക്കാരായതുകൊണ്ട് അവരോട് അടുപ്പം ഒട്ടും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് വീട്ടിൽ നിന്ന് പിണങ്ങി പോകുന്നവരെയാണല്ലോ മുഖ്യ ശത്രുവായിട്ട് പലപ്പോഴും കണക്കാക്കുക. അതുപോലെ തന്നെയായിരുന്നു അന്ന് പ്രതിപക്ഷത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ. അതിൽ നിന്നാണ് ഇങ്ങനെയൊരു വളർച്ചയിലേക്ക് പാർട്ടി അദ്ദേഹം നയിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹം ലീഡർ എന്ന് എല്ലാവരും പറഞ്ഞത്. അതുപോലെ ഒരു ലീഡർ ഉണ്ടാവില്ല എന്ന് പറയാൻ കാരണം ഇന്ന് അങ്ങനത്തെ ഒരു സാഹചര്യമില്ല. പക്ഷെ ആ ഒരു കാലം എടുക്കുകയാണെങ്കിൽ ഗ്രൂപ്പ് തർക്കങ്ങളും അല്ലെങ്കിൽ ഈ വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിലും വ്യക്തിബന്ധങ്ങൾ കാത്തു സൂക്ഷിച്ചിരുന്ന ആളുകളാണ് അന്നത്തെ നേതാക്കന്മാരെല്ലാം. പക്ഷേ ഇന്ന് ആ വ്യക്തിബന്ധങ്ങൾക്ക് പ്രാധാന്യം കുറഞ്ഞു വരികയില്ലേ? അത് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ ഗ്രൂപ്പുകളെന്ന് പറയുമ്പോൾ അന്നത്തെ കാലത്തെ ഗ്രൂപ്പുകളെന്ന് പറയുന്നത് ശൈലിയിലുള്ള മാറ്റമാണ്. AK ആൻ്റണിയുടെ ശൈലി ആയിരുന്നില്ല കരുണാകരൻ. പക്ഷേ അവർക്ക് 2 പേർക്കും ഒരു കാലത്ത് നിർബന്ധം ഉണ്ടായിരുന്നു, പാർട്ടി ജയിക്കണം എന്നുള്ള കാര്യത്തിൽ അവർക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 2 ശൈലി ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. ആൻ്റണിയുടെ ഒരു ആദർശത്തിൻ്റെ ശൈലിയായിരുന്നു, കരുണാകരൻ്റേത് പ്രാക്ടിക്കൽ ലൈനായിരുന്നു. ഈ 2 ലൈനെയും ഇഷ്ടപ്പെടുന്നവരാണ്. അപ്പോൾ ഈ 2 പേരും കൂടെ ഇലക്ഷൻ വരുമ്പോൾ 2 പേരും ഒരുമിക്കും. അങ്ങനെ വരുമ്പോൾ ഈ 2 ലൈനിനോടും താല്പര്യമുള്ളവർ അവരൊന്നായിട്ട് പ്രവർത്തിക്കും. അവർക്ക് ഒരു പ്രയാസവും ഇല്ല. നേരെ മറിച്ച് ഇന്ന വ്യക്തിയുടെ സ്ഥാനത്ത് എത്താൻ പാടില്ല എന്നുള്ള വിചാരം ഉണ്ടാകുമ്പോഴാണ് ഗ്രൂപ്പിസം പാർട്ടിക്ക് ദോഷമായിട്ട് ബാധിക്കുന്നത്. അപ്പോൾ ശൈലികൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ നല്ലതാണ്. കാരണം ശൈലികളുണ്ടാവും. ശൈലികൾ തമ്മിലൊരു ഏറ്റുമുട്ടൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ നല്ല വശങ്ങൾ ഉൾക്കൊള്ളാൻ എല്ലാവർക്കും കഴിയും. ഇന്നങ്ങനെയല്ല. ഇന്നിപ്പോൾ ഒക്കെ ഇപ്പോൾ പറഞ്ഞില്ലേ, ഇപ്പോൾ ചർച്ചകളൊക്കെ എന്താ ആര് തലപ്പത്തെത്തണം അങ്ങനെയുള്ള ചർച്ചകളൊക്കെ നടക്കുമ്പോൾ അത് പാർട്ടിക്ക് ഗുണകരമാവില്ല. അതാണ് അന്നത്തെ ഗ്രൂപ്പ് ഇന്നത്തെ ആയിട്ടുള്ള വ്യത്യാസം. പക്ഷേ ഇന്നത്തെ ആ തർക്കങ്ങൾ വ്യക്തിബന്ധങ്ങളെ പോലും പരസ്പരം മുഖത്ത് നോക്കി അതുണ്ട്, അത് ബാധിക്കുന്നത്. ചിലപ്പോൾ മറ്റേതൊക്കെ എന്തൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും കണ്ടു കഴിഞ്ഞാൽ സ്നേഹവും കാര്യങ്ങളാണ്. ഇന്നിപ്പോൾ ചില തീരില്ല എന്ന് പറഞ്ഞുകൂടാ, എന്നാൽ കുറവാണ്. തൃശ്ശൂരിൽ മത്സരിച്ച സമയത്ത് തൃശ്ശൂരിൽ ആ ഒരു തോൽവി ഭയങ്കര ആഘാതം സൃഷ്ടിച്ചു. തീർച്ചയായിട്ടും. കാരണം 100% ജയിക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥലത്തു നിന്നാണ് ഇങ്ങനത്തെ റിസ്കിലേക്ക് പോയത്. അപ്പോൾ അതിൽ നിന്ന് പാർട്ടി പറഞ്ഞിട്ട് പിന്നെ അല്ലെങ്കിൽ ഞാൻ പോകേണ്ട ഒരു കാര്യമില്ല. കാരണം സാറ്റിസ്ഫൈഡ് ആണ് എനിക്ക് അവിടെ. തൃശ്ശൂർ ഞാൻ ജനിച്ചു വളർന്നു എന്നുള്ള മാത്രമേ ഉള്ളൂ. അല്ലാതെ പിന്നീട് അവിടെ ആയിട്ട് കുറേ ഗ്യാപ്പ് വന്നല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ അവിടുന്ന് വടകരയിൽ നിന്ന് മാറാൻ ഞാൻ ആഗ്രഹിച്ച ആളല്ല. അപ്പോൾ അങ്ങനെ ആഗ്രഹിച്ചു എന്താ പറയേണ്ടത്, ഒരു തയ്യാറെടുപ്പും ഇല്ലാണ്ട് പെട്ടെന്ന് പോണ്ടി വന്നു. അവിടെ ചെന്നപ്പോൾ എല്ലാം ഏതാണ്ട് തമർന്ന് കിടക്കുകയായിരുന്നു. അതിൻ്റെ ഒരു പ്രതിഫലന ഇലക്ഷൻ ഉണ്ടായി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മാനസിക പ്രയാസം ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഒരു സിറ്റിംഗ് സീറ്റിൽ പിന്നീട് മത്സരിച്ചിട്ട് തോറ്റാൽ അത് രാഷ്ട്രീയത്തിൽ വരുന്ന മാറ്റങ്ങളാണ്. അതിൽ നമ്മൾ ദുഃഖിച്ചിട്ട് കാര്യമില്ല. നേരെ മറിച്ച് നന്നായിട്ട് നേഴ്സ് ചെയ്തൊരു നിയോജകമണ്ഡലത്തിൽ നിന്ന്
ഒട്ടും അറിഞ്ഞുകൂടാത്തൊരു സ്ഥലത്തേക്ക് മാറുക. നമ്മൾ പറയില്ലേ, പരാജയം വിലയ്ക്ക് വാങ്ങുന്ന പോലെയാണ്. സ്വന്തം സീറ്റിലാണ് പരാജയപ്പെട്ടെങ്കിൽ നമുക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട്. കാരണം 5 വർഷം നോക്കുന്നതിൽ പാളിച്ച പറ്റിയതാണല്ലോ അതിൻ്റെ അർത്ഥം. അതെനിക്ക് സംഭവിച്ചിട്ടില്ല. ഞാൻ ഒരിക്കലും എൻ്റെ കുഴപ്പം കൊണ്ടൊന്നും ഒരിടത്തും തോൽവി ഉണ്ടായിട്ടില്ല. കാരണം ഈ വ്യക്തി ഒരു ക്രൗഡ് പുള്ളറാണ്, എവിടെ ചെന്ന് നിന്നാലും ആളുകൾക്ക് അത് ഞാൻ എൻ്റെ കോൺഷ്യൻസിയിൽ ഇപ്പോൾ അത് വടകരയാണെങ്കിലും വട്ടിയൂർക്കാവാണെങ്കിലും മുമ്പ് കോഴിക്കോട് എഴുന്നപ്പോഴും നിയോജകമണ്ഡലത്തിൽ ആര് എന്നെ സമീപിച്ചാലും ഞാൻ അവരുടെ പാർട്ടി നോക്കാറില്ല, ജാതി നോക്കാറില്ല, മതം നോക്കാറില്ല. അപ്പോൾ അവർക്കൊരു വ്യക്തിബന്ധം ഉണ്ടാവും. ഇപ്പോൾ ഞാൻ വടകര MP ആയിരുന്ന സമയത്ത് വടകര രാഷ്ട്രീയം തിരുവനന്തപുരം രാഷ്ട്രീയം പോലെയല്ല, വളരെ സംഘർഷാത്മകമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷനാണ്. ഏറ്റവും കൂടുതൽ ശക്തിയുള്ള CPMന് പാർട്ടി ഗ്രാമങ്ങളുണ്ട്, മറ്റു പാർട്ടിക്കാരവിടെ കേട്ടില്ല. അങ്ങനെയൊക്കെയുള്ളൊരു സ്ഥലത്ത് 5 വർഷം പ്രവർത്തിച്ചപ്പോൾ ആ പാർട്ടിയിൽപ്പെട്ട ജനപ്രതിനിധികളുണ്ടാവുമല്ലോ. ഒരു MP എന്ന് പറയുമ്പോൾ MLA മാരുണ്ടാവും, മറ്റേ പഞ്ചായത്ത് അംഗങ്ങളുണ്ടാവും, വ്യത്യസ്ത പാർട്ടിക്കാരായിരിക്കും. വടകരയിൽ പാർലമെൻറ്റിൽ മാത്രമേ ജയിക്കാറുള്ളൂ, അസംബ്ലി മഹാഭൂരിപക്ഷം LDF ജയിക്കാറ്, പഞ്ചായത്തിലാണെങ്കിൽ അസംബ്ലി ആണെങ്കിൽ. പക്ഷെ അങ്ങനെയുള്ളവരൊക്കെ ആയിട്ട് നല്ല ബന്ധത്തിൽ 5 വർഷം പ്രവർത്തിക്കാൻ കഴിഞ്ഞു. ഇപ്പോഴും അവർ സ്നേഹത്തിൽ എന്നെ ഫോണിൽ ബന്ധപ്പെടാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്നും ശരിക്കും ആവശ്യമില്ല. ഇപ്പോൾ ഞാൻ ജനപ്രതിനിധിയല്ല, ഒന്നും അല്ലല്ലോ. പക്ഷേ എങ്കിലും ക്ഷേമം ചോദിച്ച് പലരും എന്നെ വിളിക്കാറുണ്ട്. അവർ പറയുന്ന നല്ലൊരു കാലഘട്ടമായിരുന്നു സാറുള്ളപ്പോൾ എന്ന് പറയാറുണ്ട്. തൃശ്ശൂരിൽ ഇങ്ങനെ നമുക്കൊരു പരാജയം ഫേസ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ചേച്ചി കൊടുത്ത ഒരു ഉപദേശം എന്തായിരുന്നു, അല്ലെങ്കിൽ ചേച്ചി എന്തായിരുന്നു, അല്ലെങ്കിൽ മത്സരിക്കാൻ പോകുമ്പോൾ എന്തായിരുന്നു പറഞ്ഞിരുന്നത്? പോകുമ്പം അത് വേണോ എന്നുള്ളത് ചോദിച്ചിരുന്നു. കാരണം പലരും നമ്മളെയും വിളിക്കുമല്ലോ, ഒരിക്കലും വരരുത്, അങ്ങനെ സേഫ് അല്ല എന്നുള്ളത് അറിയാം. അങ്ങനെ ഓരോരുത്തർ വിളിക്കുമ്പോൾ അറിയുമല്ലോ. അങ്ങനെ വിളിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ വേണോ, അപ്പോൾ പിന്നെ തീരുമാനം എടുത്തതായിരുന്നു. അപ്പോൾ കൂടെ നിൽക്കുക, അത്ര തന്നെയുള്ളൂ. തുടരെ ഉണ്ടായ പരാജയങ്ങൾ മുതലെടുത്ത് സാറിനോട് ഇനി BJPയിൽ വന്നാലേ രക്ഷയുള്ളൂ, ഒരു K. സുരേന്ദ്രൻ്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു മുൻപ്. അപ്പോൾ ഒരു ചരട് വലി അങ്ങോട്ടേക്ക് നടക്കുന്നുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടോ? അതല്ല, അത് അവരവരുടെ പാർട്ടിയിൽ ആളെ കൂട്ടാൻ നോക്കുമല്ലോ. പക്ഷേ നമ്മളങ്ങനെ ഇപ്പോൾ പാർട്ടി മാറുമ്പോൾ, സ്ഥാനത്തിന് വേണ്ടിയിട്ട് പാർട്ടി മാറുമ്പോൾ ഈ ഒരു പാർട്ടിയിൽ നിന്നാണല്ലോ ഇത്രയും നേട്ടങ്ങൾ ഉണ്ടായത്. അപ്പോൾ നമ്മൾ അതൊക്കെ ഒറ്റയടിക്കങ്ങ് മറന്നിട്ട് പോകാൻ സാധ്യമല്ല. അങ്ങനത്തെ ഒരു കാര്യത്തിനെക്കുറിച്ച് എനിക്ക് ആലോചിച്ചിട്ടുമില്ല. ഇനി അങ്ങനെ അവിടെ പോയിട്ട് എന്തെങ്കിലും സ്ഥാനം കിട്ടിയാൽ അതിനുള്ള ഒരു വില ജനം കൽപ്പിക്കില്ല. നേരെ മറിച്ച് ഇതിലൊരു ഫൈറ്റ് ചെയ്ത് പരാജയപ്പെട്ട് വീണ് കഴിഞ്ഞാലും യുദ്ധത്തിൽ പരിക്കേറ്റ് വീഴുന്നവരോട് സഹതാപം ജനത്തിനുണ്ടാവും. പക്ഷേ സൈന്യത്തിന് ഒറ്റിക്കൊടുത്ത് മുറകണ്ടം ചാടിയാൽ ജനങ്ങളുടെ എതിർപ്പായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ തീരുമാനം പറഞ്ഞത്, ഞാൻ ഈ പാർട്ടി വിട്ടിട്ട് എവിടെയില്ല, ഇവിടുന്ന് ഇതൊന്നും എന്തെങ്കിലും കിട്ടിയാൽ മതി എന്നുള്ള തീരുമാനം എടുക്കാൻ കാരണം. പക്ഷേ ഈ പറഞ്ഞ പോലെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയല്ല, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നേതാവാണ്. അതിനൊരു തെളിവാണ് ഏറ്റവും കൂടുതൽ സംസ്ഥാന രാഷ്ട്രീയമല്ല ദേശീയ രാഷ്ട്രീയത്തിലാണ് ഫോക്കസ് ചെയ്യുന്നതും. അത് എന്തുകൊണ്ടാണ്? നമ്മുടെ രാജ്യത്തിൻ്റെയാണ് ഏറ്റവും പരമപ്രധാനം. അപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ നമ്മൾ കുറച്ച് ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ടാവും. ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ നമ്മൾ കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കും. നേരെ മറിച്ച് ദേശീയ രാഷ്ട്രീയത്തിലൊക്കെ ആണെങ്കിൽ വിവിധ സംസ്കാരമുള്ളവരുമായിട്ടും നേതാക്കളുമായിട്ടൊക്കെ ബന്ധപ്പെടാനും അങ്ങനെ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും നമുക്ക് കഴിയും. ഇപ്പോൾ കേരള അസംബ്ലിയിൽ അംഗമാകുമ്പോൾ കേരളത്തിലെ എല്ലാവർക്കും തന്നെ അറിയാം ഒരു പ്രത്യേകത. നേരെ വെച്ച് ലോക്സഭയിലാവുമ്പോൾ മറ്റേ എല്ലാ സ്റ്റേറ്റിൽ നിന്നുള്ള ആൾക്കാരുണ്ടാവും, അവർ ശ്രദ്ധിക്കുമ്പോൾ നമുക്കൊരു ദേശീയ ശ്രദ്ധ കിട്ടും. അങ്ങനെയാണല്ലോ കേരളത്തിലെ MP മാർ. ഇപ്പോൾ ഉദാഹരണത്തിന് പ്രേമേന്ദ്രനൊക്കെ അങ്ങനെയല്ലേ. പ്രേമേന്ദ്രൻ പറയുമ്പോൾ പ്രേമേന്ദ്രൻ്റെ പാർട്ടിയിൽ പ്രേമേന്ദ്രൻ മാത്രമേ MP ആയിട്ടുള്ളൂ. പക്ഷേ അദ്ദേഹത്തിൻ്റെ സഭയിലെ ഇടപെടലും അദ്ദേഹത്തിൻ്റെ സ്പീച്ചൊക്കെ കാരണം എല്ലാ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ കൊലകൊമ്പന്മാർക്കും അദ്ദേഹത്തിന് അറിയാം. അതാണ് നമുക്ക് ദേശീയ രാഷ്ട്രീയത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. കേരളത്തിലാകുമ്പോൾ പിന്നെ നമുക്ക് ഒരു വീടിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്ന പോലെ തോന്നും. ദേശീയ രാഷ്ട്രീയത്തിലാകുമ്പോൾ ഇന്ത്യയിലെ പല സംസ്കാരം അങ്ങനെയൊക്കെ നമുക്ക് പലതായിട്ടും ബന്ധപ്പെടാനും കാണാനുള്ള അവസരം ഉണ്ടാവും. K. മുരളീധരൻ എന്ന രാഷ്ട്രീയ നേതാവിനെ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്ത് അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്ത് വന്ന ആളാണ്. അതായത് കുറേ നാളുകൾക്ക് മുമ്പ് ചില വാക്കുകൾ പറഞ്ഞ ആൾക്കാർ കളിയാക്കുക. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി എന്ന വ്യക്തിയോട് താരതമ്യം ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം പപ്പു എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധിയെ ആളുകൾ കളിയാക്കുന്നു, വിമർശിക്കുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു തിരിച്ചുവരവ് നമുക്ക് ഒട്ടും അത് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒന്നല്ല. അങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു തിരിച്ചുവരവ്. അപ്പോൾ ഈ കളിയാക്കലുകളെ തരണം ചെയ്ത് എങ്ങനെയാണ് ഇത്രയും ഇന്ന് കാണുന്ന ഈ ആളെ കൂട്ടാൻ തക്ക ഒരു ക്രൗഡ് പുള്ളറായി മാറിയത്? അതായത് നമുക്ക് ഉള്ള ഒരു കപ്പാസിറ്റി നമുക്ക് സ്വയം ഉണ്ടാവുമല്ലോ.
നേരെ മറിച്ച് ഇപ്പോൾ അതിനോട് അന്ന് ഇപ്പോൾ അധികാരത്തിൻ്റെ തണലിൽ ഞാൻ വളരുന്നു എന്നൊക്കെയുള്ള ഫീലിംഗാണ് അവർക്കുണ്ടായിരുന്നത്, ജനങ്ങൾക്കുണ്ടായിരുന്നത്. ഇന്നത്തെ പോലത്തെ ഒരു വിഷ്വൽ മീഡിയ ഒന്നും അന്ന് ആ കാലത്തില്ല. അന്ന് പ്രിൻ്റ് മീഡിയക്കാരാണ്. പ്രിൻ്റ് എന്താണ് പത്രത്തിൽ വായിച്ചിട്ട് അതേ അവർക്ക് അറിയുള്ളൂ. അവർക്കും ഈ പ്രിൻ്റ് മീഡിയക്കാർക്കും പല താല്പര്യങ്ങളുണ്ടാകും. ചിലരെ ഫോക്കസ് ചെയ്യവർ, ചിലരെ ഫോക്കസ് ചെയ്യില്ല. അപ്പം അങ്ങനെയൊക്കെ വന്നപ്പോൾ ജനത്തിന് എന്താണ് കെ മുരളീധരൻ എന്ന് ശരിക്കാന്ന് മനസ്സിലായിട്ടില്ല. അപ്പോൾ കോൺഷ്യൻസി ഉള്ളവർക്ക് തന്നെ അറിയാം, പക്ഷേ അതിന് പുറത്തുള്ളവർക്ക് അങ്ങനെ അറിയാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നങ്ങനെയല്ല. ഇന്ന് നമ്മൾ ഇവിടെ ഇരുന്ന് പറയുമ്പോൾ അത് ലോകം മുഴുവൻ കാണുകയാണ്. ഇപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂ തന്നെ ഇന്ന് ഈ മുറിക്കുള്ളിലല്ല നിൽക്കുന്നത്. ഇത് നിങ്ങൾ ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ അത് വേൾഡിൽ മുഴുവൻ കാണാം. അപ്പം അങ്ങനെ മാറ്റം വന്നു. അപ്പോൾ ലോകത്തുള്ള എല്ലാവർക്കും ഓരോ വ്യക്തികളെയും തിരിച്ചറിയാൻ, പൊളിറ്റിക്സുള്ള ഓരോ വ്യക്തികളെയും തിരിച്ചറിയാൻ കഴിയും. അതുപോലെ തന്നെ ശ്രീ രാഹുൽ ഗാന്ധി വന്നപ്പോൾ എല്ലാവരും വെച്ച് നെഹ്റു കുടുംബത്തിൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിലാണ് ജനം അദ്ദേഹത്തിനെ കളിയാക്കി വിളിച്ചത്. പക്ഷേ ആർക്കും കഴിയാത്ത രീതിയിൽ 4000 കിലോമീറ്റർ നടന്ന് പാർട്ടി ആശയങ്ങൾ ഇന്ത്യയിൽ എത്തിച്ചപ്പോൾ അപ്പോൾ അവർ അപ്രീഷിയേറ്റ് ചെയ്തു. കാരണം ഒരാൾക്കും കഴിയാത്തതാണത്. ഇത്രയും മാസങ്ങൾ നീണ്ടു നിന്ന, അതും പദയാത്രയാണ്, വാഹനത്തിലല്ല. പദയാത്ര എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഇതാണല്ലോ. ഈ സാധാരണ നമ്മൾ മോർണിംഗ് വാക്ക് പോലെയല്ല പദയാത്ര എന്ന് പറഞ്ഞാൽ. നല്ല വെയിലും ചൂട്, തണുപ്പ്, മഴ, ഇതിനൊക്കെ അതിജീവിച്ച് വരുന്ന റോഡുകളാണെങ്കിൽ സ്ട്രെയിറ്റ് അല്ല, പല വളവും തിരിവും കയറ്റും ഇറക്കും. അങ്ങനെയുള്ളതിലൂടെ 4000 കിലോമീറ്റർ സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ പറഞ്ഞാൽ മനുഷ്യസാധ്യമല്ലാത്ത കാര്യമാണ് അദ്ദേഹം നിർവഹിച്ചത്. അതോടുകൂടിയിട്ട് അദ്ദേഹത്തിനെക്കുറിച്ച് ഉണ്ടായിരുന്ന പിക്ചർ മാറി. സാറിൻ്റെ യാത്ര എടുക്കുകയാണെങ്കിലും ഒട്ടും ഈസി ആയിരുന്നില്ല. പക്ഷേ എപ്പോഴും ഈ ചിരിച്ചുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാൻ, ഈ പ്രാസം ഒപ്പിച്ചൊക്കെ പറയാൻ എങ്ങനെയാണ് അത് പക്ഷേ സാധിക്കുന്നത്? അല്ല, അതിനിപ്പോൾ നമ്മൾ ഞാൻ പറയാം, ഇപ്പോൾ രാഷ്ട്രീയത്തിലൊരു വീഴ്ചയുണ്ടായെന്ന് വിചാരിച്ചിട്ട് നമുക്ക് വ്യക്തിപരമായിട്ട് എന്താ, അതുകൊണ്ട് എന്താ നഷ്ടം? എന്താ സാധനങ്ങൾ കിട്ടും. പൊളിറ്റിക്സിൽ വരുമ്പോൾ ഇതൊന്നും കിട്ടാത്തവരില്ലേ? അപ്പോൾ നമുക്ക് ദൈവം സഹായിച്ച് ഇത്രയൊക്കെ സാധനങ്ങൾ കിട്ടി. ഒരു വീഴ്ചയുണ്ടാകുമ്പോൾ പിന്നെ അതിൽ കരഞ്ഞിരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ അതിനെ ഫേസ് ചെയ്യുക. ഒരു ക്രൈസിസിനെ വരുമ്പോൾ അതിനെ ഫേസ് ചെയ്യാനാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലാതെ അതിലങ്ങ് വീണ് പോയി കഴിഞ്ഞാൽ തീർന്നല്ലോ. പിന്നെ നമുക്ക് അതിൻ്റെ പ്രസക്തി ഇല്ലാണ്ടായി പൊളിറ്റിക്സിൽ. ഈ രാഷ്ട്രീയം, നമ്മുടെ രാഷ്ട്രീയം വിട്ട് കഴിഞ്ഞാൽ ഈ എതിർപക്ഷത്ത് കേൾക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ പ്രസംഗം കേട്ട് ഇഷ്ടമുള്ള നേതാവ് ആരാണ്? അങ്ങനെ അന്ന് ഇന്ന് ഞാൻ ഇഷ്ടപ്പെട്ട ഒരു നേതാവ് ഇന്ദിരാഗാന്ധിയായിരുന്നു. കാരണം ക്രൈസിസ് മാനേജ്മെൻറ്റും അതോടൊപ്പം തന്നെ ഏത് ആപത്ത് കാലത്തും കൂടെ നിൽക്കുന്നവരോടുള്ള അവരുടെ സ്നേഹവും വാത്സല്യവും, ഇതെല്ലാം ഒരു ഘട്ടത്തിൽ നേരിട്ട് കണ്ട ഒരാൾ കൂടിയാണ് ഞാൻ. അപ്പോൾ എൻ്റെ പിതാവ് എല്ലാ ക്രൈസിസിലും അവരുടെ കൂടെ നിന്നു. അതുകൊണ്ട് അദ്ദേഹം പറയുമ്പോൾ അതിനോട് കേൾക്കാനുള്ള താല്പര്യം, ആ ഒരു നേതാവ് ഞാൻ ഇന്നും എൻ്റെ മനസ്സിലുള്ള ഒരു നേതാവ് ശ്രീമതി ഇന്ദിരാഗാന്ധി. ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ 2024 വന്നു കഴിഞ്ഞാൽ ഈ ചെക്കൻ കൊള്ളാലോ, പറയുന്നത് കൊള്ളാലോ എന്ന് അങ്ങനെ ആരെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇപ്പോഴത്തെ കോൺഗ്രസ്സിൽ? അല്ല, ഇപ്പോൾ പുതിയ ആൾക്കാരാണല്ലോ, അവർ ഈ സിറ്റുവേഷനിൽ വന്നവരല്ലല്ലോ. ഇതൊരു കാലഘട്ടം മാറിയില്ലേ. ഇപ്പം എല്ലാം വാട്സപ്പ്. ഇപ്പോൾ തന്നെ കണ്ടിട്ടുണ്ടോ, ഒരാൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ താഴെയുള്ള ആൾ ഒന്നുകിൽ വാട്സപ്പിൽ നോക്കുക അല്ലെങ്കിൽ ഫോൺ ചെയ്യും. ഇതൊന്നും ഒരു കാലത്ത് ഉണ്ടായിരുന്നില്ല. നേതാവ് പറയുന്നത് ശ്രദ്ധിച്ച് കേട്ട് കാര്യങ്ങൾ പഠിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറി നമ്മൾ. ഇന്നത്തെ മോഡേണൈസ്, ഇപ്പോൾ ഞാൻ പറയാം, മുമ്പ് ഞാൻ രംഗത്ത് വന്നത് ക്യാമ്പിൽ ഒക്കെ സംഘടിപ്പിച്ചുകൊണ്ടാണ്. ഒരു ക്യാമ്പിൻ്റെ സംഘാടക സമിതിയുടെ ചെയർമാനായിട്ട് വന്നാണ് ഞാൻ ഈ ഒരു പൊതുരംഗത്തൊരു തുടക്കം കുറിച്ച്. അന്നത്തെ കാലത്ത് ക്യാമ്പുകളിലൊക്കെ നല്ല ചർച്ചകൾ നടക്കും, ഒരു തീരുമാനമെടുത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിയും. പാർട്ടി ക്ലാസ്സുകൾ നടത്തുമ്പോൾ ആൾക്കാർ ശ്രദ്ധിച്ച് കേൾക്കും. ഇന്നങ്ങനെയല്ല. ഇന്ന് നമ്മൾ പ്രസംഗിക്കും സ്റ്റേജിൽ നിന്ന്, താഴെയുള്ളവർ ഒന്നുകിലും മൊബൈൽ ഫോൺ നോക്കും. മാത്രമല്ല, എന്ത് പ്രൈവസി ഉള്ളൊരു വിഷയം ചർച്ച ചെയ്യുമ്പോഴും അത് ചിലർ സൂത്രത്തിലെടുത്ത് പുറത്ത് വിടും. അങ്ങനെയൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ ശൈലി മാറ്റം വല്ലാതെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അതിൽ കുറച്ച് ഗുണമുണ്ടെങ്കിൽ ഇരട്ടി ദോഷമുള്ളൂ. അതിൽ ഇഷ്ടപ്പെട്ടൊരു യുവ നേതാവ് ഇപ്പോൾ കൊള്ളാമെന്ന് തോന്നിയിട്ടുള്ള ആരുടെങ്കിലും പേര്? അല്ല, അങ്ങനെ പ്രത്യേകിച്ച് യുവ നേതാവ് എന്ന് പറഞ്ഞാൽ മറ്റേ ഇപ്പോഴത്തെ നേതാക്കന്മാർ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന രാഹുൽ ഗാന്ധിയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കൂടെ കേരളം മുഴുവൻ നടന്നത്. പക്ഷേ പറഞ്ഞ പോലെ അദ്ദേഹത്തിനും വയസ്സ് 54 ആയതുകൊണ്ട് യുവാവ് എന്ന് പറഞ്ഞുകൂടാ. എന്നാലും ഇന്നത്തെ രാഷ്ട്രീയക്കാരിൽ ഏറ്റവും ഞാൻ ഇഷ്ടപ്പെടുന്ന അദ്ദേഹത്തിനെയാണ്. അതിപ്പോൾ കോൺഗ്രസ് നേതാവായതുകൊണ്ടല്ല, കാര്യങ്ങൾ ശ്രദ്ധാപൂർവ്വം കേൾക്കാനും പരിഹാരം ഉണ്ടാക്കാനും ഒക്കെയുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ശ്രമം. പിന്നെ യാത്രയിൽ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് കൂടെ വരുന്നവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ താല്പര്യം.
പിന്നെ ഈ പറഞ്ഞ പോലെ വെറും രാഷ്ട്രീയ പ്രസംഗമല്ല. ഈ യാത്രയിൽ പ്രത്യേകത ഞാൻ കണ്ട മറ്റ് യാത്രകളിൽ നിന്നൊക്കെ ഒരു പ്രത്യേകത, ഈ വെറുതെ പ്രസംഗിച്ച് ഉച്ചയാകുമ്പോൾ ഒരു പൊതുയോഗം, രാത്രി വേറെ പൊതുയോഗം, അങ്ങനെയല്ല. അദ്ദേഹം ആ യാത്രയിൽ മുഴുവൻ ഓരോ ആൾക്കാരെ അദ്ദേഹം അടുത്ത് വിളിച്ച്, ഈ കഴിഞ്ഞ യാത്രയിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായപ്പോൾ ഒരു അനുഭവം, ഒരു ചവിട്ട് തൊഴിലാളി, ഒരു സാധാരണക്കാരൻ, അയാൾ പെട്ടെന്ന് അടുത്ത് വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾ വീട്ടിൽ ആരൊക്കെയുണ്ട്, നിങ്ങളെങ്ങനെ കുടുംബം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, നിങ്ങൾക്ക് എന്ത് വരുമാനം കിട്ടും. അപ്പോൾ ഇതൊക്കെ എന്താ പറയേണ്ടത്, ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു സ്റ്റഡി ടൂർ പോലെയാണ്. ആളുകളുടെ വിവിധ കോണുകളിലുള്ള ആളുകളുടെ ജീവിതം അദ്ദേഹം മനസ്സിലാക്കിക്കൊണ്ടുള്ള യാത്രയായിരുന്നു, അല്ലാതെ വേറെ എതിരാളികളെ ചീത്ത പറഞ്ഞുകൊണ്ടുള്ള യാത്രയായിരുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ശൈലി, അതൊരു പ്രത്യേക ശൈലിയാണ് ഈ കാലഘട്ടത്തിൽ. അതാരും അറിയാൻ ശ്രമിക്കാറില്ല. എല്ലാവരും പെട്ടെന്ന് നേതാവായിട്ട് വന്ന് നീ MLA ആവുന്നു, MP ആവുന്നു, മന്ത്രിയാവുന്നു, മുഖ്യമന്ത്രിയാവുന്നു, പ്രധാനമന്ത്രിയാവുന്നു. പക്ഷെ അവർക്കൊന്നും പൾസ് അറിയണമെന്നില്ല. അപ്പോൾ ഇത് പൾസ് അറിഞ്ഞുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ അത് വളരെയധികം വേണം. ചേച്ചിയോട് ചോദിച്ചു കഴിഞ്ഞാൽ ചേച്ചിക്ക് ആരാണ് ഇഷ്ടം? ഈ നേതാവിനെ വിടാം, ഈ നേതാവല്ലാതെ കേൾക്കാൻ ഇഷ്ടമുള്ള, അല്ലെങ്കിൽ കൊള്ളാലോ ഈ ചെക്കൻ കൊള്ളാലോ എന്ന് കോൺഗ്രസിൽ തോന്നിയിട്ടുള്ള ഇഷ്ടപ്പെട്ട ഒരു നേതാവ് ആരാണ്? യുവ നേതാവ് എന്ന ചോദ്യം വിടുകയാണ്. നേതാവ് ആരാണ്? എല്ലാവരും നല്ല, എന്നാലും ആരെങ്കിലും കൊള്ളാമെന്ന് തോന്നിയിട്ടുണ്ടോ? ഇപ്പോൾ നമുക്ക് എല്ലാവരും കൊള്ളാം, ആരാ മോശം, എല്ലാവരും കൊള്ളാം. ഇപ്പോൾ സിനിമയിലൊക്കെ ചോദിക്കണ മാതിരിയാ, ഏതാ ഏറ്റവും നല്ല നടൻ, എല്ലാവരും കൊള്ളാം അല്ലേ, അതുമാതിരി തോന്നിയിട്ടില്ല. കെ മുരളീധരൻ എന്ന രാഷ്ട്രീയ നേതാവാണ് ഏറ്റവും സൂപ്പറെന്ന് തോന്നിയിട്ടുണ്ടോ? കെ മുരളീധരൻ എന്ന ഭർത്താവാണ് ഏറ്റവും സൂപ്പർ. സൂപ്പർ. രാഷ്ട്രീയം ഞാൻ അത്രയ്ക്കൊന്നും അങ്ങനെ പിൻ പോയിന്റ് ചെയ്ത് നോക്കാറൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷെ എല്ലാം അങ്ങനെ ശ്രദ്ധിച്ച് പോകുന്ന ഒരാളല്ല. ഇപ്പോൾ ചിലയിടങ്ങളിലൊക്കെ ഇപ്പം ഭർത്താവ് മത്സരിക്കുമ്പോൾ ഭാര്യയും ഇറങ്ങാറുണ്ട് പ്രചരണത്തിനും, അങ്ങനെ വോട്ട് ചോദിച്ചുമൊക്കെ. എന്തുകൊണ്ടാണ് ചേച്ചി അങ്ങനെ ഈ മുൻനിരയിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഇൻ്റർവ്യൂസിലൊന്നും കാണാത്തത്? എന്തുകൊണ്ടാണ് ഈ ബാക്കിലോട്ട് ഒരു പിൻശക്തിയായി മാറാനുള്ള കാരണം എന്തായിരുന്നു? ഇവിടെ ഫുൾ ഫ്ലെഡ്ജ്ഡ് അല്ലേ, പിന്നെ എന്തിനാ അങ്ങനെ ഒരു ആവശ്യം അങ്ങനെ തോന്നിയിട്ടില്ല. അത് എന്തുകൊണ്ടാണ് സാർ, എന്തുകൊണ്ടാണ് ചേച്ചിനെ? അതല്ല, ഇപ്പോൾ ഞാൻ പറയാം, ഇപ്പോൾ ഇലക്ഷൻ കാലത്ത് തന്നെ ഇപ്പോൾ ഇലക്ഷൻ്റെ കാര്യങ്ങൾ നോക്കാനും വീട്ടിലിരുന്നുകൊണ്ട് കാര്യങ്ങളൊക്കെ നോക്കാനും ഒക്കെ ശ്രദ്ധിക്കാറുണ്ട്. അതുകൊണ്ട് അതാണല്ലോ ആവശ്യം. അല്ലാതെ ഇപ്പോൾ ഫീൽഡിൽ ഇറങ്ങി വോട്ട് ചോദിക്കുന്നതിനേക്കാൾ വീട്ടിൽ തന്നെ ഇരുന്ന് ഇലക്ഷൻ്റെ കാര്യങ്ങളിൽ അത്യാവശ്യം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വീട്ടിൽ വിളിച്ച് പറഞ്ഞാൽ അതനുസരിച്ച് പ്രവർത്തിക്കാം. പിന്നെ കാലത്ത് പോകുമ്പോൾ എല്ലാ കാര്യങ്ങളും നോക്കാനും ഒക്കെ. അതുകൊണ്ട് അതാണ് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ സാർ വീട്ടിലേക്ക് വരുമ്പോൾ, വളരെ പേഴ്സണൽ ചോദ്യമാണ്, വീട്ടിലേക്ക് വരുമ്പോഴേക്കും സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് എന്താണ്? ചേച്ചിയോട് എന്താവും ചേച്ചി ഉണ്ടാക്കാൻ പറയുന്നത് എന്താവും? വെജിറ്റേറിയൻ ആണ് ഇപ്പോൾ കൂടുതൽ ഇഷ്ടം. പണ്ടൊക്കെ നോണൊക്കെ നന്നായിട്ട് കഴിക്കുമായിരുന്നു, ഇപ്പോൾ വെജിറ്റേറിയൻ ആണ്. പിന്നെ ആ സമയത്തൊക്കെ രാത്രിയൊക്കെ ലേറ്റ് ആവുമല്ലോ, ഒരു ചിട്ട ഫോളോ ചെയ്യുന്ന ആളാണ്. 2 നേരം ജപം, നടത്തം, അങ്ങനത്തെ ഒരു നല്ല ചിട്ടയിൽ പോകുന്ന ഒരാളാണ്. അപ്പോൾ ഏറ്റവും ഇഷ്ടം എനിക്ക് തോന്നിയിട്ടുള്ള ഇഡ്ഡലി, ഉള്ളിച്ചമ്മന്തി, ചട്നി, ഇതൊക്കെയാണ്. ഫസ്റ്റ് കൈ അതിലാണ് പോവുക എന്തുണ്ടെങ്കിലും. ഇപ്പം ജപത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, കെ കരുണാകരൻ സാറിനെ എടുത്തു കഴിഞ്ഞാൽ 1-ാം തീയതി എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ ഗുരുവായൂരാണ്. എനിക്ക് തോന്നുന്നു സാറിനെയും കൂടെ കൊണ്ടുപോയിട്ടുണ്ട്. ധാരാളം കൂടെ ഞാൻ ഗുരുവായൂർ എല്ലാ മാസവും പോകും. പക്ഷെ 1-ാം തീയതി എന്നുള്ള നിർബന്ധമില്ല, മാസത്തിലേക്ക് പോയിരിക്കും, അത് ഉറപ്പാണ്. ഒരു മാസം മുടങ്ങില്ല. ഇപ്പോൾ വൃശ്ചിക മാസമാണെങ്കിൽ വൃശ്ചിക മാസത്തിൽ 1-ാം തീയതി തന്നെ പോകാൻ കഴിഞ്ഞൊന്നും വരില്ല. ചിലപ്പോൾ 20-ാം തീയതി ആയിരിക്കും, 25-ാം തീയതി ആയിരിക്കും, പക്ഷെ ആ മാസം പോയിരിക്കും. അതുപോലെ അച്ഛനിൽ നിന്ന് പകർന്നു കിട്ടിയ മറ്റ് സ്വഭാവം? അല്ല, അത് മെയിനായിട്ട് ഭക്തി തന്നെയാണ്. ഭക്തിയുടെ കാര്യത്തിലും അതുപോലെ തന്നെ പ്രവർത്തനത്തിലും. ഈ വിശ്രമമില്ലാത്ത പ്രവർത്തനം അച്ഛൻ്റെ ഇന്ന് തന്നെയാണ് കണ്ടുപിടിച്ചത്. അച്ഛൻ്റെ കൂടെ കുറേ ഞാൻ യാത്രയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയാണ് ഈ യാത്ര ചെയ്യാനും പ്രവർത്തിക്കാനൊക്കെ ഒരു പ്രയാസമില്ലാത്തത്. പക്ഷേ ലീഡർ ഇന്നുണ്ടായിരുന്നെങ്കിൽ ഇന്ന് കാണുന്ന രാഷ്ട്രീയ ഒരു മാറ്റങ്ങൾ ഉണ്ടാകില്ലായിരുന്നു. പ്രത്യേകിച്ച് സഹോദരിയുടെ ഒരു കാര്യം എടുക്കുകയാണ്. അത് ചിലപ്പോൾ ഉണ്ടാവില്ലായിരിക്കും, അങ്ങനെ ഉണ്ടാവില്ല. അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ അങ്ങനെ ഒരു പാർട്ടി വിട്ടൊരു കളിക്ക് അദ്ദേഹം തയ്യാറാവില്ല. പെട്ടെന്ന് സഹോദരി മറ്റൊരു പാർട്ടിയിലേക്ക് ഓപ്പോസിറ്റേക്ക് പോയപ്പോഴേക്കും പെട്ടെന്ന് എന്തായിരുന്നു സാറിന് തോന്നിയത്? ഒട്ടും പ്രതീക്ഷിക്കാത്തതാണല്ലോ. അങ്ങനെ ഒരു കാര്യം ഞാൻ അറിഞ്ഞത് തന്നെയില്ല. പിന്നെ പോയ സമയവും വളരെ തെറ്റായിട്ടുള്ള സമയമായിരുന്നു. ഒന്നുകിൽ കുറച്ച് നേരത്തെ പോകാമായിരുന്നു, അങ്ങനെ തീരെ നിൽക്കാൻ പറ്റില്ല എന്ന് തോന്നിയിരുന്നെങ്കിൽ. പക്ഷേ പാർട്ടി ഒരു യുദ്ധരംഗത്ത് നിൽക്കുമ്പോഴാണ് പിന്മാറ്റം ഉണ്ടായത്. അതൊരു ചതിയായിട്ടാണ് എനിക്ക് തോന്നിയത്.
ആ ഒരു പിണക്കം ഇപ്പോഴും അതിപ്പോഴും ഉണ്ട്, അതിപ്പോഴും മാറിയിട്ടൊന്നുമില്ല. ഒരു രാഷ്ട്രീയപരമായ പിണക്കം, അത് വ്യക്തിപരമായി. പക്ഷെ അതല്ല ഞാൻ പറയുന്നത്, ഒരു വ്യക്തിപരമായിട്ടും കെ കരുണാകരനെ പോലത്തെ ഒരു വലിയ ആളുടെ മകള് ഒരു പാർട്ടി ഒരു ഫൈറ്റിംഗ് മൂഡിൽ പാർട്ടി നിൽക്കുമ്പോൾ, ഒരു ഇലക്ഷൻ ടൈമിൽ നിൽക്കുമ്പോൾ പോയത് തെറ്റാന്നുള്ള അഭിപ്രായം തന്നെയാണ് എനിക്ക് അന്ന് നിന്നുള്ളത്. നേരെ മറിച്ച് ഇപ്പോൾ നേരത്തെ തോന്നുകയാണ് ഇതെനിക്ക് ഈ പാർട്ടിയിൽ പ്രവർത്തിക്കാൻ വയ്യ, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് പോയിരുന്നെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഒരു ഇലക്ഷൻ വരെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഇലക്ഷൻ കഴിഞ്ഞിട്ട് പോവുക. അതിപ്പോൾ പ്രവർത്തിക്കുന്ന കാര്യം ഓരോരുത്തരും ഇഷ്ടമാണ്. പക്ഷേ എന്നാലും നമ്മളോട് ഇത്രയും കാലം ഒരു പ്രസ്ഥാനം എന്തായാലും 2 തവണ ഒരു സ്ഥാനാർത്ഥിയാക്കിയല്ലോ, അത് കോൺഗ്രസ് പാർട്ടിയല്ലേ ചെയ്തത്. അങ്ങനെ ഒരു പാർട്ടി ഒരു ഫൈറ്റ്, അടുത്തൊരു ഫൈറ്റ് നേരിടാൻ നേരത്ത് ആ പാർട്ടിയിൽ നിന്ന് വിട്ടു പോകുക എന്ന് പറഞ്ഞാൽ ആ പാർട്ടി അവർക്ക് വേണ്ടി പ്രവർത്തിച്ച പ്രവർത്തകർക്ക് എന്തുമാത്രം പ്രയാസം ഉണ്ടാവും, നമ്മളതും കൂടെ നോക്കണ്ടേ. പക്ഷേ ആ സമയത്ത് പ്രതികരണങ്ങളിൽ പത്മജ മാം പറഞ്ഞിരുന്നു, അതായത് ഞാൻ ചേട്ടനോട് നന്നായി സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞിരുന്നു തൃശ്ശൂർ വരണോ മത്സരിക്കണോ എന്ന്. അല്ല, അന്ന് ഞാൻ പറഞ്ഞത് പത്മജ ആ സമയത്ത് പാർട്ടി വിട്ടില്ലായിരുന്നെങ്കിൽ പാർട്ടി എന്നോട് അങ്ങോട്ട് മാറാൻ ആവശ്യപ്പെടില്ലായിരുന്നു. കാരണം ആ കൺഫ്യൂഷൻ, 2 തവണ മത്സരിച്ച സീറ്റും കൂടിയാണല്ലോ തൃശ്ശൂർ. അപ്പോൾ പത്മജ 2 തവണ മത്സരിച്ച സീറ്റിൽ നിന്ന് അവർ പെട്ടെന്നൊരു ലോക്സഭ ഇലക്ഷൻ കാലത്ത് വിഡ്രോ ചെയ്യുമ്പോൾ, വേറൊരു പാർട്ടിയിലേക്ക് പോകുമ്പോൾ ആ ഒരു ഇത് കാരണമാണല്ലോ പാർട്ടി എന്നോട് അങ്ങോട്ട് മാറാൻ പറഞ്ഞ്. നേരെ മറിച്ച് ആദ്യം തന്നെ ചില വാർത്തകളുണ്ടായിരുന്നത് ഞാൻ തൃശ്ശൂർക്ക് മാറുന്നൊക്കെ. അപ്പം അന്ന് ഞാൻ പറഞ്ഞു ഞാൻ മാറുന്ന പ്രശ്നമില്ല, ഞാൻ വടകര സേഫാണ്, പിന്നെ എന്തിനാണ് മാറുന്നതെന്ന്. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ എന്നോട് ചോദിച്ചിരുന്നു, എന്താ ഇങ്ങനെ ഇവിടെയൊക്കെ കേൾക്കുന്നുണ്ടല്ലോ പേര്. ഞാൻ അത്ര വിഡിയൊന്നുമല്ലല്ലോ അവിടെ വന്ന് ചാടാ, ഉള്ള കൈയുള്ളതെന്ന് കളഞ്ഞിട്ട് അങ്ങോട്ട് വരാൻ തക്കവണ്ണം അത്ര വിഡിയൊന്നും അല്ലല്ലോ ഞാനത് പറയുകയും ചെയ്തു. പക്ഷേ ഇവർ മാറിയപ്പോഴാണ് പിന്നെ പാർട്ടിക്ക് അതെ. ഓക്കെ, അപ്പോൾ ഞാനൊരു പടം സാറിന് കാണിച്ചു തരാം. ഇത് ഇത് പത്മജ മാമിൻ്റെ വാട്സപ്പിലെ DP ആണ്. അപ്പോൾ പക്ഷെ ആ ബന്ധം അങ്ങനെ ഇപ്പോഴും അല്ല, അങ്ങനത്തെ ഒരു ഇപ്പോൾ അങ്ങനെ കാണുമ്പോഴും സംസാരിക്കാറൊന്നുമില്ല. ഇപ്പോൾ വീട്ടിലെ ചില ചടങ്ങുകൾ വെച്ച് കാണാറുണ്ടെങ്കിലും ഞങ്ങൾ പരസ്പരം അങ്ങോട്ട് മുഖം തരാതെ മാറുക എന്ന് പറയില്ല, അങ്ങനെ മാറാറുണ്ട്. പക്ഷേ ഇവരൊക്കെ ആയിട്ട് വൈഫൊക്കെ ആയിട്ട് സംസാരിക്കാറുണ്ട്. ഓക്കെ, ഇതും ഇതെല്ലാം അന്നെടുത്ത ഫോട്ടോകളാണല്ലോ. ഇത് കുട്ടിക്കാലത്തെ ഫോട്ടോയാണ്. അപ്പോൾ ഞാൻ ശരിക്കും ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുൻപ് നമ്മളൊരു സ്റ്റഡി നടത്തുമല്ലോ, അപ്പോൾ ഞാൻ പത്മജ മാമിനോട് സംസാരിച്ചിരുന്നു എങ്ങനെയാണ് കെ മുരളീധരൻ എന്ന ചേട്ടനെന്ന്. അപ്പോൾ പറഞ്ഞു എൻ്റെ ഏട്ടൻ ഭയങ്കര കെയറിങ് ആണ്, അങ്ങനെ കൊണ്ടു നടന്ന ആളാണ്. 4ാം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ചു, അതിനുശേഷം 2 സ്കൂളിലായി. പക്ഷേ ആ ഏട്ടൻ്റെ ഒരു കെയർ അന്ന് ഭയങ്കരമായിരുന്നു. അതുകൊണ്ടാണ് ഇന്നും ഒന്നും പറയാൻ തോന്നാത്തത്. ആ ബന്ധം ഇന്നും മനസ്സിൽ സൂക്ഷിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ മറ്റേ 3ാം ക്ലാസ്സിൽ മറ്റേ പഠിക്കുമ്പോഴാണ് അവൾ 1ാം ക്ലാസ്സിൽ കൊണ്ട് ചേർക്കുന്നത്. അപ്പോൾ അന്നൊക്കെ ഞാൻ തന്നെ ക്ലാസ്സിൽ കൊണ്ടിരുത്തുക, പോകുമ്പോൾ അവളെയും വിളിച്ചുകൊണ്ട് കൈ പിടിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോകാറുണ്ട്. അത് കഴിഞ്ഞ് 2 സ്കൂളിലായപ്പോഴും അങ്ങനെയായിരുന്നു. കാരണം അവൾ പഠിച്ചിരുന്നത് ഹോളി ഏഞ്ചൽസ് കോൺവെൻറ്റിലായിരുന്നു തൃശ്ശൂർ. ഞാൻ തൊട്ടപ്പുറത്തുള്ള മോഡൽ സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ ഈ സമരങ്ങളൊന്നും സ്കൂളിൽ നേരത്തെ വിടുമ്പോൾ ഞാൻ ഇവിടെ വന്ന് കാത്തിരിക്കാറുണ്ട്, ഇവളെയും കൊണ്ടേ പോകാറുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു കുട്ടിക്കാലത്ത്. അതുകൊണ്ട് ആ ഏട്ടൻ്റെ സ്നേഹം ഞാൻ അത്രയും അനുഭവിച്ചിട്ടുള്ള ആളായതുകൊണ്ട് ഞാൻ ഒരിക്കലും അദ്ദേഹത്തിനെതിരെ ഒന്നും പറയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട്. അപ്പോൾ രാഷ്ട്രീയം അവിടെ നിൽക്കട്ടെ, പക്ഷേ സഹോദരി എന്ന നിലയിൽ ഓക്കെ പിണക്കം വേണ്ട, അല്ലെങ്കിൽ അല്ല അതല്ല ഞാൻ പറഞ്ഞില്ല, ഈ ഒരു ആറ്റിറ്റ്യൂഡിലാണ് എനിക്ക് വല്ലാതെ പാർട്ടി മാറുന്ന കാര്യത്തിൽ ഇഷ്ടമാണ്. നമ്മളിപ്പോൾ പാർട്ടി നോക്കിയിട്ടല്ലല്ലോ ആൾക്കാരെ സ്നേഹിക്കുക. പക്ഷേ പാർട്ടി ഒരു യുദ്ധരംഗത്ത് നിൽക്കുമ്പോഴുള്ള ആ പെട്ടെന്നുള്ള മറുകണ്ഠം ചാടൽ, അതിനോട് എനിക്ക് അതിനോട് യോജിക്കാൻ കഴിയില്ല. ഈ പിണക്കത്തെ ചേച്ചി എന്താ പറഞ്ഞിട്ടുള്ളത്? ഇവരുടെ ഈ 2 പേരുടെയും ഈ സൗന്ദര്യ പിണക്കം വേണ്ട മിണ്ടാം, അല്ലെങ്കിൽ അങ്ങനെയല്ലേ നമുക്ക് ആഗ്രഹം ഉണ്ടാവുള്ളൂ. കാരണം ഇത്രയും നല്ലൊരു ആളെ എനിക്ക് ഭർത്താവായി തന്നത് ആ അച്ഛനും ആ അമ്മയും ഈ സഹോദരിയാണ്. അപ്പോൾ ഞാൻ മുരളീധരനോട് തന്നെ പറയാം, അപ്പോൾ അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്കത്. ഞാനിപ്പോൾ പത്മജാവിനെ വിളിച്ചു കഴിഞ്ഞാൽ സാർ സംസാരിക്കോ? നമുക്ക് ആ ഒരു പിണക്കം മാറ്റാമെന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അല്ല അതിന് കുറച്ച് കഴിയട്ടെ, എന്നാലും ഒരു സൗഹൃദ സംഭാഷണത്തിന്
ഓക്കെ, നിർബന്ധിക്കുന്നില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു നമുക്ക് രാഷ്ട്രീയത്തിനപ്പുറം നമുക്കിപ്പോൾ ഒരു കരുണാകരൻ സാറിൻ്റെ മകനാണ്. അപ്പം AK ആൻ്റണി സാർ പറഞ്ഞിട്ടുള്ളതാണ്, അഭിപ്രായ വ്യത്യാസങ്ങൾ നമുക്ക് പല കാര്യങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ വ്യക്തിബന്ധം ഞങ്ങൾ ഈ പറഞ്ഞ പോലെ അതിൽ ഒരു കോട്ടം തട്ടാനും നമ്മൾ സമ്മതിച്ചിട്ടില്ല. അത് പിന്നെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കില്ല, പക്ഷെ വ്യക്തിബന്ധം അങ്ങനെ കാത്തു സൂക്ഷിക്കും. അത് അനിൽ ആൻ്റണി പോകുന്ന അങ്ങനത്തെ ഒരു എലക്ഷൻ ടൈമിലല്ല. അദ്ദേഹം നേരത്തെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞു, എനിക്ക് ഈ പാർട്ടിയായിട്ട് സഹകരിക്കാൻ പറ്റില്ല. അപ്പോൾ അതിൽ ശരിയും തെറ്റും നമ്മൾ പരിശോധിച്ചിട്ട് കാര്യമില്ല. അത് അദ്ദേഹം ആ നേരത്ത് പോയതാണ്. പക്ഷേ ഇതങ്ങനെയല്ല. ഞാനൊരു എലക്ഷൻ്റെ ഡേറ്റ് പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ഈ പോക്ക് പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു വല്ലാത്ത ഫീലിംഗ് ഉണ്ടാവുമല്ലോ. ആൻ്റണിയുടെ മകൻ കുറച്ച് നേരത്തെ പോയി, പാർലമെൻറ്റ് ഇലക്ഷനൊക്കെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ പോയി. ഇനിയിപ്പോൾ 2025 വരാൻ പോകുന്ന ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഇനി അങ്ങോട്ട് വളരെ നിർണായക നിമിഷങ്ങളാണ്. ഒരു തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത്. തീർച്ചയായും 2 തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. ഒന്ന് 2025 പഞ്ചായത്ത് ഇലക്ഷൻ, 2026 അസംബ്ലി ഇലക്ഷൻ. ഇനി കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള തെരഞ്ഞെടുപ്പുകളാണ് വരാൻ പോകുന്നത്. എങ്ങനെയാണ് അത് നേരിടുക? അല്ലെങ്കിൽ അതിപ്പോൾ അതിൻ്റെ വർക്കുകളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. ലോക്കൽ ബോഡിക്കാണ് ആദ്യം പ്രയോറിറ്റി. ഇപ്പോൾ എനിക്ക് പാലക്കാട് ജില്ലയുടെ ചാർജാണ്. ഞാൻ ഇപ്പോൾ നാളെ അങ്ങോട്ട് പോകുന്നുണ്ട്. അതിൻ്റെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. തിരുവനന്തപുരത്തെ എൻ്റെ പഴയ കോൺസ്റ്റിറ്റ്യുവൻസി ഞാനിപ്പോഴും നോക്കുന്നുണ്ട്. അവിടുത്തെ കോർപ്പറേഷൻ്റെ ഭാഗമാണ്, അത് നോക്കുന്നുണ്ട്. അപ്പോൾ പാർട്ടിയും തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ട്. ഞങ്ങളൊക്കെ എൻ്റെ കൂടെയുണ്ട്. 2025 ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ ലോക്കൽ ബോഡി ഇലക്ഷൻ നന്നായി ചെയ്യുക. ലോക്കൽ ബോഡിയിൽ മിനിമം 60% വിജയിക്കുക എന്നുള്ള ഒരു ടാർഗറ്റിലാണ് മുന്നോട്ട് പോകുന്നത്. ചേച്ചിയോടാണ്, എങ്ങനെയാണ് ഈ ന്യൂ ഇയർ ഒക്കെ ആഘോഷിക്കുക? ക്രിസ്മസ്, ന്യൂ ഇയർ ഒക്കെ ആഘോഷങ്ങളൊക്കെ എങ്ങനെയാണ്? എല്ലാവരും കൂടെ ഒരുമിച്ചുണ്ടാവുക, അതന്നെയാണ് ഏറ്റവും വലിയ ആഘോഷം. ഓണമാണെങ്കിലും പ്രത്യേകിച്ച് അങ്ങനെ എല്ലാവരും കൂടെ കൂടാ, അതേ ഉള്ളൂ. ഓക്കെ, എല്ലാവിധ ആശംസകളും നേരുന്നു ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ. നന്നായി ഈ പറഞ്ഞ പോലെ ഉദ്ദേശിക്കുന്നതൊക്കെ നടക്കട്ടെ എന്ന്. അതുപോലെ 2026 ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് ആളുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വാക്കാണ് K മുരളീധരൻ, ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള. അതൊക്കെ സാധ്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു. രസമുണ്ട് കേൾക്കാനായിട്ട്. അല്ല, കേൾക്കുന്നത് എന്തിനും രസമുള്ളത് തന്നെയാണ്. അത് അങ്ങനെ കേൾക്കുന്ന രസമില്ല എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥമല്ല. എല്ലാവർക്കും ഒരു സ്ഥാനത്ത് എത്തണം എന്നുള്ള ആഗ്രഹങ്ങളുണ്ടാവും. ഇന്ന് ചോദിച്ചാൽ അത് നടന്നില്ലെങ്കിൽ അതിൻ്റെ പേര് ദുഃഖിക്കാനും പാടില്ല. ഏതായാലും അങ്ങനെ എല്ലാ ആഗ്രഹങ്ങളും സാധ്യമാകട്ടെ. 2025 ഒരു ഗംഭീര വർഷമാകട്ടെ രണ്ടുപേർക്കും ആശംസിക്കുന്നു. വളരെയധികം നന്ദി. ശരി, നമസ്കാരം.